നമ്മളുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ അതിന് 2 തലങ്ങളുണ്ട്. അത് ഗാന്ധി നയിച്ച ഒരു തലം. അദ്ദേഹം ബ്രിട്ടീഷുകാരെ പോലെ പുറത്തുനിന്ന് നമ്മുടെ നാടിനെ കീഴടക്കി, നമ്മളെ അടിച്ചമർത്തി, നമ്മളെ ചൂഷണം ചെയ്ത്, നമ്മുടെ സമ്പത്ത് കടത്തി, നമ്മുടെ അവകാശങ്ങൾ നിഷേധിച്ച് ഒക്കെ ചെയ്യുന്ന ഭീകരമെന്ന് പറയാവുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ഗാന്ധി നടത്തിയ സമരം വളരെ അഹിംസാത്മകമായിരുന്നു. ശത്രു എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്നുള്ള വ്യക്തിയേക്കാൾ ഉപരി ആ സംവിധാനമാണ്. അദ്ദേഹത്തിൻ്റെ ആ ആളിൻ്റെ മനസ്സിലാണ് അത് നിൽക്കുന്നത്. അത് പരിവർത്തിക്കാൻ പറ്റുക, അത് മാറ്റുക. എന്നുവെച്ചാൽ ഏത് ക്രൂരനെയും ഒരു നല്ല മനുഷ്യനാക്കി പരിവർത്തിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ആശയമായിരുന്നു ഗാന്ധിയെ കൊണ്ടുവന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സമര രീതികൾ നമുക്കറിയാം. അവരിവിടുന്ന് ഇപ്പോൾ നമ്മളുടെ ഏറ്റവും സമ്പന്നമായ ഒരുപക്ഷെ അക്കാലത്തെ ലോകത്തിലെ അന്നത്തെ GDP-യുടെ അല്ലെങ്കിൽ അക്കാലത്തെ മൊത്ത ഉൽപ്പാദനത്തിൻ്റെ 25% നമ്മുടെ രാജ്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കണം, എത്രയോ രാജ്യങ്ങളാണെന്നുണ്ട്. അപ്പോൾ അത്ര സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനായിരുന്നു യൂറോപ്യൻസിൻ്റെ വരവ്. പക്ഷേ അത് ഗാന്ധി തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും കരകൗശല വിദഗ്ധരെ, അതുപോലെ തന്നെ നമ്മളുടെ വസ്ത്രനിർമ്മാതാക്കളെ, നെയ്ത്തുകാർ, ഇങ്ങനെ ധാരാളം മേഖലയിൽ നമുക്ക് സമ്പന്നമായ വിരലുകളാണ്. പക്ഷെ അവരുടെ വിരലുകൾ പോലും മുറിച്ചു. എന്തിനാ? മിൽത്തുണി വിറ്റഴിക്കാൻ ഇംഗ്ലീഷുകാരുടേത്. ഗാന്ധി എന്താ ചെയ്തത്? ഗാന്ധി ചെയ്തത് മിൽത്തുണി ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ വിദേശി വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി വസ്ത്രങ്ങൾ നമ്മൾ വിപുലമാക്കുക. അദ്ദേഹം ചർക്ക കൊണ്ടുകിടന്ന് അവനവനുള്ള തുണി അവനവൻ നോക്കുക. അങ്ങനെ ബ്രിട്ടീഷുകാരെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കുക, അവരുടെ ചൂഷണം ഇല്ലാതാക്കുക. ഇങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യം നമ്മളുടെ ഭാരതത്തിനുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് നമുക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ആ ധാര എന്നുള്ളത് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടതുണ്ട്. അധികാരം നമ്മളെ കിട്ടിയതിന് ശേഷം പലതരത്തിലുള്ള ചിന്താഗതികൾ, രാഷ്ട്രീയ പാർട്ടികൾ, വൈവിധ്യമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. നമ്മുടെ സ്വന്തം ജനതയ്ക്കെതിരെ പലതരത്തിലുള്ള ചൂഷണങ്ങളും ആക്രമണങ്ങളും സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടത്തുന്നത്. വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് വളരെ വേദനാജനകമാണ് നമ്മുടെ രാജ്യത്ത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം. പരസ്പരം വെറുപ്പുണ്ടാക്കുക, ആളുകളെ വിഭജിച്ചിട്ട് അതിനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക. അത് നമുക്കൊരു പ്രത്യേക ഒരു പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചില അംശം വളരെ കൂടുതലാണ്. വെറുപ്പ് ധാരാളമായി അയച്ചു വിടുക, ചിലരത് കുറയ്ക്കുക, ചിലർ കുറച്ചുകൂടെ മര്യാദയായിട്ട് പെരുമാറുക. ഇങ്ങനെ പല ഘടകങ്ങളുള്ള അംശങ്ങൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ കാണാം. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പേര് നമ്മൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ റേഷ്യോ എന്ന്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഈ ഹിംസാത്മക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവരെ ഒറ്റപ്പെടുത്തുകയും സമൂഹത്തിൽ അവർക്കൊരു സ്ഥാനം കൊടുക്കാതിരിക്കുകയും ചെയ്യണം. ഇപ്പം ബോംബിൻ്റെ കാര്യം ഇപ്പോൾ ഇവിടുന്ന് സൂചിപ്പിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ 35-40 വർഷം നോക്കിയാൽ ധാരാളം നമ്മളെ ആൾക്കാർ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മറ്റ് പലതിൻ്റെ പേരിലും കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചെയ്യപ്പെട്ടവരുടെ ജീവിതം, അവരുടെ കുടുംബജീവിതം, അവരുടെ പിൻതലമുറക്കാർ എത്ര ദുഃഖിതരും എത്ര ദാരുണവുമായി ജീവിക്കുന്നു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. ഒരാളിനെ കൊല്ലുക, ഒരാളിനെ കൊന്നതുകൊണ്ട് ആശയം ഇല്ലാതാക്കാൻ പറ്റുകയില്ല. ആശയത്തെ ആശയം കൊണ്ട് നേടണം. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക പ്രദേശത്തെ നമുക്കിപ്പം എടുത്തു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രദേശങ്ങൾ അത് കൂടുന്നുണ്ട്. അതിൻ്റേതായ കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഇത് ബോധപൂർവം ശ്രമിക്കുന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സമാധാനത്തിൻ്റെ ഭാഷ പറയേണ്ടവർ അക്രമത്തിൻ്റെ ഭാഷ പറഞ്ഞ് ആളുകളെ അതിലേക്ക് നയിക്കുന്ന ഒരു സംവിധാനവും നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ഇത് നമുക്ക് ഓരോ പാർട്ടികളും ഏതു പാർട്ടിയിൽ നിന്ന് വന്നാലും ആദ്യം ആ പാർട്ടിയിലുള്ള മുതിർന്നവർ തന്നെ അതിനെ ഉത്സാഹപ്പെടുത്തണം. പൊതുസമൂഹം അത് ഏത് പാർട്ടിയിൽ നിന്നായാലും അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഇത് വരണം.
പലപ്പോഴും കൊല്ലപ്പെടുന്ന നിരപരാധികളാവും. നമുക്കറിയാം, ഈ ഒരു അക്രമ സംഭവത്ത് നോക്കി നിൽക്കുന്നതായിരിക്കും വെടിയേറ്റ് മരിക്കുന്നതെന്ന് പറയുന്നത് പോലെ ധാരാളം നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഒരു ആൾ കൊല്ലപ്പെടുമ്പോൾ ആ വീട്ടിലെ ഒരു അച്ഛനും അമ്മയും അയാളെ കാത്തിരിക്കുകയാണ്. അയാളുടെ ഭാര്യ, അവർക്ക് ഭർത്താവ് നഷ്ടപ്പെടുകയാണ്, മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെടുകയാണ്, പെങ്ങൾക്ക് സഹോദരൻ നഷ്ടപ്പെടുകയാണ്. പിന്നീട് നമ്മളിപ്പോൾ അതങ്ങ് നികത്താം നടക്കുന്ന കാര്യമേ അല്ല. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഇല്ലാതായിപ്പോയി. നമുക്ക് തിരിച്ച് അവരുടെ കുടുംബത്തിന് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുകയില്ല. പക്ഷേ തിരുത്താൻ ധാരാളം അവസരങ്ങളുണ്ട്. നമുക്കൊരാൾ തെറ്റായ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ പല ഘടകങ്ങളിലൂടെ നമുക്ക് അവരെ തിരുത്താനും വേണ്ടി വന്നാൽ അവരിൽ നമുക്ക് അകന്നു നിൽക്കാൻ നമുക്ക് കഴിയും. അത്തരം ഒരു ധാരയാണ് ഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരെ പോലും അദ്ദേഹം അങ്ങനെയാണ് കൈകാര്യം ചെയ്തതെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളാണ് ജീവിക്കുന്നത് ഇവിടെ, ഒരേ ജനത, അവരിങ്ങനെ തല്ലിച്ചാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് റോഡിൽ നിന്നൊരു ഒരു പന്തെടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് മനുഷ്യർ മരിക്കുക, കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി മരിക്കുക, കൊച്ചു നിഷ്കളങ്ക, ഒന്നും നമുക്ക് നമ്മുടെ രാജ്യത്ത് നമുക്കത് അംഗീകരിക്കാവുന്ന കാര്യങ്ങളല്ല. അത് ഈ ഹിംസയുടെ ഭാഗത്ത് ആര് നിൽക്കുന്നോ അവരെ തള്ളിപ്പറയാൻ എല്ലാ മനുഷ്യരും തയ്യാറാവണം. നമ്മുടെ നിലനിൽപ്പ് എപ്പോഴും ഈ കൂട്ടായ്മയിലൂടെ സൗഹൃദത്തിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ് അക്കാര്യത്തിലുള്ള എൻ്റെ നിലപാട്.